വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തേങ്ങ അരച്ച മീൻകറിയാട്ടോ. അത്യാവശ്യം ചാറോട് കൂടിയ മീൻകറിയാണ് വേണമെങ്കിൽ ഇതുപോലെ തേങ്ങ അരച്ച് തയ്യാറാക്കി നോക്കണം. ഈ കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇനി നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കറി വയ്ക്കാനായിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ 3/4 കിലോ കിളിമീനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായി ഏകദേശം ഈ ഒരു കപ്പിൽ 1 കപ്പ് ചിരവിയ തേങ്ങ ഒരു ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 3 ചെറിയുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കറിക്ക് നല്ല കളർ കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം കുറച്ചും കൂടി എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കറിക്ക് ഒരുപാട് മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് അരയാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായി അരച്ചെടുക്കണം. കണ്ടോ, ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. തരിയൊന്നും പാടില്ല. നല്ല നൈസായി അരച്ചെടുക്കണം. ഇനി കറി തയ്യാറാക്കാം. അതിനായി ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ നീളത്തിലരിഞ്ഞ ഇഞ്ചിയും 5-6 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഇട്ട് രണ്ടിൻ്റെയും പച്ചമണമൊക്കെ പോയി ലൈറ്റായിട്ടൊന്ന് കളറൊക്കെ മാറി വരട്ടെ. 1 മിനിറ്റ് നമുക്ക് ഇതുപോലെ വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് 10-12ഓളം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ തന്നെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഉള്ളി നന്നായി മൂത്ത് ചെറിയൊരു ഗോൾഡൻ നിറമാകട്ടെ. ഈ സമയം സ്റ്റൗ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. മൺചട്ടിയും കൂടി ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും ആയി കഴിയുമ്പോൾ അരച്ചു വെച്ച തേങ്ങാക്കൂട്ട് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച മിക്സിയിലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. എത്രത്തോളം കട്ടിയിൽ ചാറ് വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 3/4 കിലോ മീനല്ലേ ചേർത്ത് കൊടുക്കുന്നത്. അത്രയും മീൻ കൂടി മുങ്ങിക്കിടക്കാനായി 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കാം എത്ര കട്ടി വേണം ചാറിന്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വെള്ളം കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പും പുളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ കറിക്ക് ആവശ്യമായ 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുളിക്ക് ആവശ്യമായ ഒരു 3 കുടംപുളി കഴുകി വൃത്തിയാക്കിയതും കൂടി കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി അടച്ച് വെച്ച് കൊടുക്കാം. കറിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി മീനൊക്കെ ഓരോന്നായി കറിയിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു തവി കൊണ്ട് മീനൊക്കെ കറിയിലേക്ക് മുങ്ങിക്കിടക്കുന്ന പോലെ താത്തി കൊടുക്കണം. ഇനി കറിയിലേക്ക് ചേർക്കേണ്ടത് നല്ല പഴുത്തൊരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും കൂടി ചേരുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും മണവും ഉണ്ടാവും. ഇനി ചെറുതായിട്ട് തവി കൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് മീനൊന്ന് തിളപ്പിച്ചെടുക്കണം. 4 മിനിറ്റ് കൂടുമ്പോൾ അടപ്പ് തുറന്നിട്ട് കറി ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിനി സ്പൂണൊന്നും ഇട്ട് ഇളക്കിയ മീനൊക്കെ പൊടിഞ്ഞു പോകും. അതിന് പകരമായിട്ടാണ് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് 5-6 മിനിറ്റും കൂടി ചട്ടി തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ അല്പം ഗ്രേവിയോട് കൂടിയ ഒരു മീൻകറിയാണ്. ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കുന്നില്ല. കുറച്ച് ചാറൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് ഈ പരുവത്തിലാണ് കറി തയ്യാറാക്കുന്നത്. മൺചട്ടിയിലായതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്താലും കറിയൊക്കെ ഒന്ന് കുറുകി വറ്റിപ്പോകും. ഈ കറിയിൽ ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. ഈ പുളി കൂടാതിരിക്കാനായി നമ്മൾ ഇട്ടിരിക്കുന്ന കുടംപുളി വേണമെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ കറിയിൽ കിടന്ന് പുളി ഒന്നും കൂടി കൂടുകയുള്ളൂ. ഘനമായി അല്പം കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന തേങ്ങ അരച്ച മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്.
ഇനി നമുക്ക് മണം പോവാതിരിക്കാനായിട്ട് ചട്ടി അടച്ച് വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ അതിലും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇനി ഞാനിടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.